നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അത് മറ്റൊന്നല്ല, നാട്ടിൽ വന്നതും അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ചെമ്പ് ഗോപി എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്. ഏകദേശം ജയിച്ച രീതിയിലൊക്കെ ഭൂരിപക്ഷം നേടി നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം ഇത്രത്തോളം സുരേഷ് ഗോപിക്ക് കിട്ടാനുണ്ടായ കാരണങ്ങൾ ആരാണ്? പല പബ്ലിക് ഒപ്പീനിയൻ ചാനലുകളും പബ്ലിക് ഒപ്പീനിയൻ എടുത്ത സമയത്ത്, അവരുമായി കോൺടാക്ട് ചെയ്തിരുന്ന സമയത്ത് അവരിൽ നിന്നെല്ലാം അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നല്ല, തൃശ്ശൂരിലെ 10 പേരോട് ചോദിക്കുമ്പോൾ അതിൽ 6 പേര് BJPക്ക് എതിരും ബാക്കി 4 പേര് BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പല ആളുകൾക്കും അവിടെ നിന്നും പബ്ലിക് ഒപ്പീനിയൻ കിട്ടിയിരുന്നത്. പക്ഷെ പല ആളുകളും അത് പുറത്തു വിടാതെ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് പല ചാനലുകളിലും എന്ത് ചെയ്തിട്ടുള്ളത്, ആ ബൈറ്റുകൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ അവർക്കെല്ലാം അറിയാമായിരുന്നു, എന്നെ പോലെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു, ഈ പറയുന്ന 10ൽ 6 വോട്ട്, 3 വോട്ട് UDFനും 3 വോട്ട് LDFനും വിഭജിച്ചുകൊണ്ട്, അതായത് ഈ 6-4 എന്നുള്ളത് 3-3-4ലേക്ക് മാറിക്കൊണ്ട് 4 വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടുന്ന രീതിയിൽ സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന വിഷയം തന്നെയായിരുന്നു. പിന്നെ ഒരുവിധം ആളുകളൊക്കെ സുരേഷ് ഗോപിയുടെ പാർട്ടി നോക്കിയിട്ടല്ല, അയാൾ എന്ന വ്യക്തിയിലുള്ള നന്മ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കൊക്കെ അംഗീകരിക്കാൻ കഴിയുന്ന വിഷയമാണ്. അതൊക്കെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്ത്, സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അയാൾ നിൽക്കുന്ന പാർട്ടിയെയാണ് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അവർ പറയുന്ന വർഗീയതയാണ് നമുക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയാത്തത്, ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അത് ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. വർഗീയത പറയുന്നവർക്കെതിരെ ശബ്ദിക്കുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവുമില്ല. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം സുരേഷ് ഗോപി തൃശ്ശൂര് എടുത്തു എന്ന് തന്നെ പറയാം. കാരണം എന്തായാലും ആൾക്ക് തന്നെ വലിയ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക എന്നുള്ള ഡയലോഗ് ഒന്നും എവിടെയും കണ്ടില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ പ്രാവശ്യം മൂപ്പരുടെ അഹങ്കാരത്തിന് ജനങ്ങൾ കൊടുത്ത ഒരു മറുപടിയാണ് എന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഇപ്രാവശ്യം എന്ത് ചെയ്തത്, അങ്ങനെ ഒരു അഹങ്കാരത്തിലേക്കൊന്നും പോകാതെ കക്ഷി എന്ത് ചെയ്ത് കുറച്ച് താന്ന് നിന്നുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം വിജയം കണ്ടു എന്ന് തന്നെ പറയാം. പിന്നെ എടുത്തു പറയാനുള്ളത്, നമ്മളുടെ നാട്ടിലെ ഭരണത്തിന്റെ അല്ലെങ്കിൽ അവിടെ LDFും UDFും തമ്മിൽ മത്സരിച്ച് സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റ് കേരളത്തിൽ നൽകിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും LDFനും UDFനുമാണ് എന്നുള്ള കാര്യം ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് എന്ന് തന്നെ പറയും. കാരണം ഇപ്പൊ പല ആളുകളും പല ചാനലിന്റെ അടിയിലും കമന്റ് ഇടുന്നതായിട്ട് കണ്ട്, തൃശ്ശൂരിൽ LDFന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് മറിച്ചു, UDFന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് മറിച്ചു. ഞാൻ സുഹൃത്തുക്കളെ എന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇവര് രണ്ടുപേരും ഒന്നിച്ച് നിന്നായിരുന്നു അവിടെ സുരേഷ് ഗോപിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നത് എങ്കിൽ ഇവിടെ ആരായിരിക്കും ജയിക്കുക എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇവർക്കൊക്കെ ആവശ്യം എന്താണ് എന്നറിയോ? ജനസേവനമോ അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമോ മറ്റൊന്നുമല്ല. ഇവർക്കൊക്കെ ആവശ്യം സ്ഥാനമാനങ്ങളാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും മത്സരിക്കുന്നതും പല ആളുകളും ഇതിലേക്ക് ഇറങ്ങി വരുന്നതും. അല്ലാതെ ഇവരൊക്കെ ജനങ്ങളെ സേവിക്കാനാണ് എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിൽ ഇപ്പൊ കണ്ടുവന്ന ഈ ഒരു എന്താ പറയുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാഴ്ച അത് തന്നെയാണ്. കാരണം മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണി ഇലക്ഷൻ നേരിട്ടപ്പോൾ നമ്മളുടെ കേരളത്തിൽ എന്ത് ചെയ്ത്, LDFും UDFും BJPയുമായിട്ടാണ് ത്രികോണ മത്സരങ്ങൾ നടന്നത്, അല്ലെ? അപ്പൊ നമ്മളുടെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയായിട്ട് ഇവർ മത്സരിക്കാൻ തയ്യാറായില്ല? അതിനുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് മറ്റൊന്നുമല്ല, അധികാരമോഹികളായിട്ടുള്ള നേതാക്കളാണ് നമ്മളുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് പറയാതെ വയ്യ എന്നാണ് പറയാനുള്ളത്. എന്തായാലും LDFന്റെ വിജയം എത്രത്തോളം ഗംഭീരമാണ് എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും ന്യൂസുകളിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പൊ എന്തായാലും വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ സുരേഷ് ഗോപിയുടെ ആഗ്രഹം നിറവേറി എന്ന് തന്നെ പറയാം. ജനങ്ങളിലേക്ക് വർഗീയത ഇല്ലാതെ, ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, ജനങ്ങളെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, ജനങ്ങളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് ഒന്നായി കണ്ടുകൊണ്ട് അവരിലേക്ക് പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ, വർഗീയത പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കേരളം നിങ്ങളെ വീണ്ടും വലിച്ച് താഴെ ഇറക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, BJP സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഇതിൽ ഉദ്ദേശം. അയാൾ എന്ന വ്യക്തി, അയാളെ എല്ലാ ആളുകൾക്കും പൊതുവെ ഇഷ്ടമായിരുന്നു. അത് ജാതിമത രാഷ്ട്രീയ ഭേദം തന്നെ അയാൾ എന്ന വ്യക്തിയെ ഇഷ്ടമായിരുന്നു. പക്ഷേ അയാൾ ഉപയോഗിക്കുന്ന ആ ഒരു പാർട്ടിയും അല്ലെങ്കിൽ അതിലെ ആളുകൾ പറയുന്ന വർഗീയതയും മാത്രമാണ് നമ്മളൊക്കെ എതിർത്തിരുന്നത്. അത് ഇവിടുന്ന് അങ്ങോട്ടും ഇനിയും എതിർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.